എല്ലാവർക്കും നമസ്കാരം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഡീറ്റെയിൽ സമ്മറികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി തേർഡ് ചാപ്റ്ററായ ഫെയ്ത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ടുവേർഡ്സ് റിച്ചസ് എന്ന് പറയുന്നത് ഫെയ്ത്താണ്, വിശ്വാസം അല്ലേ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ഡിസയർ, ആഗ്രഹത്തെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണമെന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പായ ഡിസയർ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായ ഫെയ്ത്ത് കൊണ്ട് അർത്ഥാക്കണത്. ഓക്കെ, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ആണത്. എങ്ങനെ വരുന്നതാണ്? ഓട്ടോ സജഷൻസ്, അഫർമേഷൻസ്, നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ കയറി വരുന്ന അതൊരു വിശ്വാസമായി മാറുന്ന രീതിയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലേ. സോ ഓട്ടോ സജഷൻ, അഫർമേഷൻസിലൂടെ മാത്രമാണ് നമുക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതൊരു നെഗറ്റീവ് അഫർമേഷൻ ആയിക്കോട്ടെ, പോസിറ്റീവ് അഫർമേഷൻ ആയിക്കോട്ടെ, ഏതായാലും അത് നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിനോട് പറഞ്ഞാണ് നമ്മുടെ മനസ്സിലെ വിശ്വാസം അടിയുറച്ച് വരണത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഡീറ്റെയിൽ സമ്മറിയിൽ ഡിസ്കസ് ചെയ്താണ് സെൽഫ് കോൺഫിഡൻസ് ഫോർമുല. സെൽഫ് കോൺഫിഡൻസ് ഫോർമുല നമ്മൾ പറയുന്നതോടുകൂടെ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം ഇരട്ടിയാവുന്നതാണ്. അതിന് 5 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ നമുക്കത് ഇവിടെ പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോ ഐ ഹാവ് ദി എബിലിറ്റി. എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉള്ള വിശ്വാസം എനിക്കുണ്ട്. അത് ഫസ്റ്റ് വേണമെന്നുള്ളതാണ് അല്ലേ. നമുക്ക് ആ വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ്, ആ ഒരു എൻ്റെ നെഗറ്റീവ് ആയാലും അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് തോട്ട്സുകളായാലും എൻ്റെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിലൂടെ എന്താണോ എൻ്റെ ആഗ്രഹം, ആ ആഗ്രഹത്തെ പറ്റി ഞാനൊരു അരമണിക്കൂറെങ്കിലും ചിന്തിക്കും. ആരാണോ എനിക്ക് ആവാൻ ആഗ്രഹം, ആ ആളായി മാറാൻ ഞാൻ അരമണിക്കൂറെങ്കിലും ശ്രമിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓട്ടോ സജഷൻസ്, അതായത് ഈ പറഞ്ഞ പോലെ അഫർമേഷൻ, ഓട്ടോ സജഷൻസ് ഒക്കെ ഈ പറയുന്ന വിശ്വാസത്തെ കൂടുതൽ ശക്തിയാക്കും അല്ലേ. സോ അത് ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റോളം ഞാൻ എൻ്റെ സമയം കണ്ടെത്തും. ദിവസത്തിൽ 15 മിനിറ്റ് സമയം കണ്ടെത്തും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. അടുത്തൊരു പോയിന്റ്, നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു ചെറിയൊരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഒരു സർവീസാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് വിചാരിക്കുക, ബിസിനസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് വിചാരിക്കുക. അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു സർവീസാണ്. നമുക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യ വസ്തു ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത്. അത് വാങ്ങാനും അത് ഉപയോഗിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് ഒരു സർവീസ് മൈൻഡും നമുക്ക് അതിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ലാഭം, നമുക്ക് വരുമാനം ഓഫ് കോഴ്സ് കിട്ടും. അതിനുപരി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. ഓക്കെ, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. ഒരു ടീച്ചർ പ്രൊഫഷൻ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും ആ ലക്ഷ്യത്തിന് പിന്നിൽ ഒരു സർവീസ് മൈൻഡ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് സെൽഫ് കോൺഫിഡൻസ് ഫോർമുലയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഒരുപാട് നെഗറ്റീവ് സജഷൻസും വരും, പോസിറ്റീവ് സജഷൻസും ഒക്കെ വരും. അപ്പോൾ നെഗറ്റീവ് ഓട്ടോ സജഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫ് തകർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. അദ്ദേഹം ഗാംബ്ലിംഗ് ഒക്കെ ചെയ്തിട്ട് പൈസ ഒരുപാട് നഷ്ടത്തിലായി പോവാണ്. അത് മറികടക്കാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് ആരും അറിയാതെ മറക്കുകയാണ് ചെയ്യണത്, ആ ഒരു ഗാംബ്ലിംഗ് പരിപാടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് ബാങ്കിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഒരു ഹോട്ടൽ റൂമിലായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഇവർ അറിഞ്ഞും പിടിച്ചൊക്കെ വന്ന് ആ റൂമിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം കിടന്നുകൊണ്ട് അൺകോൺഷ്യസ്ലി പറയുന്നത് എന്താണ്, ഓ മൈ ഗോഡ് ദിസ് വിൽ കിൽ മീ, ഓ മൈ ഗോഡ് ദിസ് വിൽ കിൽ മീ, അയ്യോ എൻ്റെ ദൈവം ഇതെന്നെ കൊല്ലും. ഈ പറയുന്ന ഈ സജഷൻസ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ആ റൂമിലെത്തുമ്പോൾ ഇതന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തെ തന്നെ കില്ല് ചെയ്തു. ഓട്ടോ സജഷൻ, ഇതെന്നെ കൊല്ലും എന്ന് ആ ഒരു ഓട്ടോ സജഷൻ കൊടുക്കുന്നതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാവാണ് ചെയ്യുന്നത്. അദ്ദേഹം പോയിസണോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു ഓട്ടോ സജഷൻ ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ബി കെയർഫുൾ. നമ്മൾ കൊടുക്കുന്ന ഓട്ടോ സജഷൻസ് അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ബി കോൺഷ്യസ്ലി നമ്മൾ ക്ലിയർ ആയിരിക്കണം, ബി കോൺഷ്യസ്ലി നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്ന് അദ്ദേഹം ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, നെപ്പോളിയൻ ഹില്ല് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ കാര്യമാണ്. ഗാന്ധിജിയുടെ കാര്യം എന്താണ്? ഗാന്ധിജി നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം അല്ലെ നമുക്ക് നേടിത്തരുന്ന ആ രീതി എങ്ങനെയായിരുന്നു? ഒരു സോൾജിയേഴ്സോ ഒരു പട്ടാളക്കാരോ അല്ലെങ്കിൽ ഒരു വെപ്പൺസോ ആയുധങ്ങളോ ഒന്നുമില്ല അല്ലെ. അഹിംസയിലൂടെയാണ് നമുക്ക് നേടിത്തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഒരുപാട് ആളിലേക്ക് ആദ്യം അദ്ദേഹത്തിനൊരു വിശ്വാസം വന്നു, എനിക്ക്
എന്താ പറയുക ലീഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേരെ ലീഡ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് എനിക്ക് പോരാടാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടെന്ന് അദ്ദേഹം തന്നെ ആദ്യം വിശ്വസിച്ചു. ആ ഒരു വിശ്വാസം ഒരുപാട് ആളുകളിലേക്ക് 20,000-ൽ പരം ആളുകളിലേക്ക് അദ്ദേഹം എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിശ്വാസം എല്ലാവരിലേക്ക് എത്തിച്ചു. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ അദ്ദേഹത്തിന് യോജിപ്പിക്കാനായിട്ട് പറ്റി. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് അല്ലേ. സോ ആ വിശ്വാസം എന്ന ശക്തിയുടെ പവർ മനസ്സിലാക്കുകയും എല്ലാ ആളുകളിലേക്കും ആ വിശ്വാസം എന്ന പവർ കൊടുക്കുകയും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനുള്ള വഴികൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. സോ ഈ ഒരു വിശ്വാസം ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഗാന്ധിജിയുടെ എക്സാമ്പിളായിട്ട് നെപ്പോളിയൻ ഹില്ല് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പറേഷൻ ഉണ്ടായ ഒരു കഥയാണ്. നമ്മളിത് കുറച്ച് ഒന്ന് ഡീറ്റെയിൽ സമ്മറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കഥ വരുന്നുണ്ട് എന്നുള്ളത്. അത് ഇതിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ചാൾസ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണത്. അദ്ദേഹം ആദ്യം ഒരു കാര്യം ഒരു ആഗ്രഹം വെച്ചു, ഇങ്ങനൊരു സംഭവം വരണം എന്നൊരു ആഗ്രഹം വയ്ക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇമാജിൻ ചെയ്തു, ഓക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം വിശ്വാസം വരുത്തി, ഓക്കെ ഇത് എനിക്ക് ചെയ്യണം എന്നുള്ള പറഞ്ഞൊരു വിശ്വാസം വരുത്തി അദ്ദേഹം ഒരു ഡെഫിനറ്റ് പ്ലാൻ തയ്യാറാക്കി. അതിനുശേഷം അദ്ദേഹം ഒരു എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് അദ്ദേഹം ചെയ്ത രീതി. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഷോബിനെ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അവിടെ ആ ഒരു സമയത്ത് ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും സ്പീച്ച് പറയാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ എല്ലാവരും വളരെ ബിസി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ആർക്കും ഈ ഒരു സ്പീച്ച് ഒന്നും കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയൊരു ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ ആളുകളും തിരിഞ്ഞു നിന്ന് ഇത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മോർഗൻ എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് ഇദ്ദേഹത്തെ കാണുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ആശയം വേറൊന്നും ഇരുന്നില്ല, ഒരു സ്റ്റീൽ കോർപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അതുവരെ കുഞ്ഞു സ്റ്റീൽ പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹ്യൂജ് പ്ലാന്റ്, ഒരു ഹ്യൂജ് ആയിട്ടുള്ള USA ഹ്യൂജ് ആയിട്ടുള്ള ഒരു സംഭവം തുടങ്ങുക എന്നുള്ളതാണ് അദ്ദേഹം ആശയം പറഞ്ഞു വെച്ചത്. അത് പ്ലാനും കാര്യങ്ങളും എല്ലാം അദ്ദേഹം അവിടെ വിവരിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ മോർഗൻ എന്ന് പറയുന്ന വലിയൊരു വ്യക്തിക്ക് ഈ ഒരു എന്താ പറയുക പ്രൊജക്റ്റിൽ താല്പര്യം വരികയാണ്. അദ്ദേഹം അങ്ങനെ ചാൾസ് ഷോബായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രൂ കാർണഗി അല്ലേ, നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്നു. ഈ ആൻഡ്രൂ കാർണഗിയുടെ കയ്യിലാണ് ഈ കുഞ്ഞു സ്റ്റീൽ കമ്പനീസ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സോ ഇദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അതെല്ലാം ഒരു സ്റ്റീൽ കോർപ്പറേഷൻ അണ്ടറിൽ വരിക എന്ന് പറയുന്നത് ഇത്തിരി റിസ്കിയും ഇത്തിരി പണിപറണ ഒരു കാര്യമാണ്. ചാൾസ് എം ഷോബ് തന്നെ ഈ പറയുന്ന ആൻഡ്രൂ കാർണഗിയെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം ചാൾസ് എം ഷോബും ആൻഡ്രൂ കാർണഗി തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ചാൾസ് എം ഷോബ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ഈ ആൻഡ്രൂ കാർണഗിക്ക് കൊടുക്കുകയാണ്. പെൻഷൻ, റിട്ടയർമെന്റ് പ്ലാനുകൾ, കാരണം വയസ്സായി വരികയാണ്. അപ്പോൾ റിട്ടയർമെന്റ് ചെയ്യാനായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഇതിൽ നിന്ന് ലഭിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവസാനം ഈ ആൻഡ്രൂ കാർണഗിയും ഇദ്ദേഹത്തിന് വലയിൽ വീഴുന്നു. അങ്ങനെ എന്താ പറയുക, യുണൈറ്റഡ് സ്റ്റീൽ കോർപ്പറേഷൻ ഈ പറഞ്ഞ സ്റ്റീൽ കമ്പനികളൊക്കെ ചെറിയ സ്റ്റീൽ കമ്പനികളൊക്കെ വിട്ടുകൊടുക്കാൻ ആൻഡ്രൂ കാർണഗി തയ്യാറാവുകയാണ്. അങ്ങനെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന വലിയ ജൈൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അവിടെ രൂപപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചാൾസ് എം ഷോബിന് ഇതിൽ നിന്ന് കിട്ടിയത് $600 മില്യൺ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഉയർന്ന ഒരു പദവിയായിരുന്നു. അതുവരെ അധികം ആൾക്കാർക്കൊന്നും അറിയാണ്ടിരുന്ന ചാൾസ് എം ഷോബ് പിന്നീട് USA അല്ലെങ്കിൽ അമേരിക്കൻ ചരിത്രത്തിൽ നാഴികക്കല്ലായിട്ട് മാറി. ആ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീൽ കോർപ്പറേഷനും ഒരു നാഴികക്കല്ലായിട്ട് മാറി. അതിന്റെ പിന്നിൽ ഈ ചാൾസ് എം ഷോബ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ബുദ്ധിയായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു വിശ്വാസം തന്നെ കൊണ്ട് ഒരൊറ്റ ആളാണല്ലേ ഫസ്റ്റ് ആ വിശ്വാസം നേടിയെടുത്തത്. ചാൾസ് എം ഷോബിന് തന്നെ അറിയാൻ പറ്റും എനിക്കിത് ചെയ്യാൻ പറ്റും, ഇത്രയും വലിയ ആളുകളുടെ അടുത്ത് പോയി എനിക്ക് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കും പറ്റും എന്ന് പറയുന്ന ഒരു ഐഡിയ, ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കുള്ള എന്തൊരു ഐഡിയ ആയാലും അത് ചെയ്യാൻ പറ്റും, ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് ചെയ്യാൻ പറ്റും. എത്ര വലിയ ആളുകളാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് അത് സാധിക്കുമെന്ന് നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ വിശ്വാസം രൂപപ്പെടുക. ഇതിനുവേണ്ടി നമുക്ക് ഓട്ടോസേഷൻ അഫർമേഷൻസ് ഒക്കെ കൊടുത്തു തുടങ്ങാം. എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാം അല്ലെ, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയാം. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ അടിയുറച്ച് വിശ്വസിക്കാം. നമുക്ക് എന്തായാലും നിങ്ങളുടെ ഡിസയർ എന്തായാലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ എല്ലാവർക്കും ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഇസ് റോഷി മേനോൻ സൈനിങ് ഓഫ്.